ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 7 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ പലപ്പോഴും നടന്നിട്ടുള്ള ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പല മേഖലയിലും നിലനിൽക്കുന്ന അസ്ഥിരതയും അനിശ്ചിതത്വം നിറഞ്ഞ ചില സാഹചര്യങ്ങളുമാണ്. അതായത് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചും നിങ്ങളുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചുമായിരുന്നില്ല ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ആയിരുന്നില്ല എന്നത് മാത്രമല്ല, നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അവസാനം എന്താകുമെന്നറിയാത്ത അവസ്ഥയിലാണ് പലരും നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് തുടക്കത്തിൽ പറഞ്ഞ 7 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ്. അപ്പോൾ ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ചില മുഹൂർത്തങ്ങൾ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുന്നത് ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ടാണ്. കാരണം ഒരു മനുഷ്യ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ഈ ഒരു സമയത്ത് ചൊവ്വ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുകയും ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള ചൊവ്വയുടെ സഞ്ചാരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ സ്വാധീനം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും പല സമയങ്ങളിലും നിങ്ങൾക്ക് ഒട്ടനവധി ഗുണദോഷ ഫലങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒന്നായിരിക്കും. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങൾക്ക് അളവിൽ കവിഞ്ഞ ചില നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളുടെ ജീവിതത്തിലും നിലവിൽ ഒട്ടനവധി കാര്യതടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതായത് ചില പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടുവാൻ കഴിയുക എന്നതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിനൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിലില്ല. മാത്രമല്ല, സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും നിസ്സഹായമായ അവസ്ഥയിലാണ് ചില വ്യക്തികൾ ഇപ്പോഴുള്ളത്. അതായത് നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ കടം വീട്ടുവാനുള്ള മാർഗമൊന്നും തന്നെ നിങ്ങളുടെ മുന്നിലില്ല. എന്നാൽ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പുരോഗതി അനുഭവത്തിൽ വരികയും നിലവിൽ നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് പണം എത്തുമെന്ന് നിങ്ങൾ വിചാരിക്കാതിരുന്ന ഒരു സ്രോതസ്സിൽ നിന്നോ
ചില മകരം രാശിക്കാർക്ക് ഒരു തുക കൈവരുന്ന തരത്തിലുള്ള അനുഭവവും കാണുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ചൊവ്വ നിങ്ങൾക്ക് ഗുണഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പരിശ്രമിക്കുകയും ഒരു ശുഭകരമായ ഫലം നേടുവാനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വളരെ പോസിറ്റീവായ ഒരു ഫലമായിരിക്കും മകരം രാശിക്കാർക്ക് കാണുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിരിക്കുന്ന ഒരു ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ഒരു വിധത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യമില്ല. കാരണം ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നത് തന്നെയാണ്. ഇനി അതോടൊപ്പം തന്നെ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ കുറച്ച് നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മകരം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് ആ വസ്തുവിൻ്റെ വിൽപ്പന നടന്നു കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടുന്ന ഒരു മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. അതായത് നിമിഷ സമയം കൊണ്ട് ആ തടസ്സങ്ങൾ ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വിലയിൽ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ വിൽപ്പന നടക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശുഭകരമായ അവസ്ഥ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുകൂടാതെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ കുറച്ചു കാലങ്ങളായി ജോലി അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് നേരിടുന്നത്. അതായത് നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഒരു ജോലി സ്വന്തമായി ഇല്ലാത്തതിനാൽ തന്നെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള പരിഹാസവാക്കുകളും കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയോ കർമ്മമേഖലയിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിലെ മഹാഭാഗ്യസമയമാണ് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ചെറിയ ഒരു പരിശ്രമമുണ്ടെങ്കിൽ പോലും അതിന് ഇരട്ടിയായുള്ള വിജയമായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിശ്രമം തുടരുകയും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മകരം രാശിക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട സമയം തന്നെയാണ് ഇത്. ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില മകരം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളും മകരം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളുമുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മക്കളുടെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയണമെന്നും മക്കളുടെ ജീവിതത്തിലെ ഉയർച്ച കാണുവാൻ കഴിയണമെന്നുള്ളതുമാണ്. എന്നാൽ അതിനു നേരെ വിപരീതമായി മക്കൾ നിങ്ങളോട് എതിർത്ത് സംസാരിക്കുകയും സ്നേഹമില്ലാത്ത തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നതും ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് മക്കൾ ജീവിക്കുന്നതും കണ്ട് ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ചില മാതാപിതാക്കൾക്കുള്ളത്. എന്നാൽ മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതിസന്ധികളാണോ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ദുഃഖമായി കടന്നു വരുന്ന കാര്യം എന്താണോ, ആ നെഗറ്റീവായിട്ടുള്ള അനുഭവം മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പോസിറ്റീവായ മാറ്റം മക്കളിൽ കാണുവാൻ കഴിയുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി ഏറ്റവും പ്രധാനമായി മകരം രാശിക്കാർക്ക് ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ മികച്ച ഒരു ദിവസമായിരിക്കും. അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിരുന്ന ഒരു മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായി അനുഭവത്തിൽ വരും. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല തടസ്സങ്ങളും ഇല്ലാതാവുകയും ചില ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതിനാൽ തന്നെ മാനസികമായി വളരെയധികം സന്തോഷിക്കുവാനും വളരെ വലിയ ഒരു പോസിറ്റിവിറ്റി ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനും പോകുന്ന സമയമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്.
ഇനി രണ്ടാമതായി ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ചൊവ്വയുടെ നക്ഷത്രമാറ്റം എന്ന് പറയുന്നത് മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിസ്മരണീയമായ ചില കാര്യങ്ങളെ സമ്മാനിക്കുവാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ്. കാരണം ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന ഭൂരിപക്ഷം ആളുകളും ജീവിതത്തിലെ ഓരോ ദിവസവും ഒന്ന് കഴിഞ്ഞു പോകുവാനായി ബുദ്ധിമുട്ടുകൾ ഒട്ടനവധി അനുഭവിക്കുന്നവരാണ്. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്ന മീനം രാശിക്കാരിൽ പല ആളുകളും മനസ്സ് തുറന്ന് ഒന്ന് ചിരിച്ചിട്ട് തന്നെ നാളുകളായി. കാരണം ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ നിങ്ങൾ ചിരിക്കാൻ പോലും മറന്നുപോയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും മനസമാധാനക്കേടുകളും കൊണ്ട് പല പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരും ഇപ്പോൾ നട്ടം തിരിയുകയാണ്. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സമാധാനക്കേടുകളിൽ നിന്നെല്ലാം കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പോലും പലരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ എത്രയൊക്കെ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് പറയത്തക്ക രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ ഒരു സമാധാന വാക്ക് പറയുവാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത്. അതായത് കുടുംബവും കൂട്ടുകാരും എല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ. അത്തരത്തിലുള്ള എന്തോ ഒരു സാഹചര്യത്തിന് നടുവിൽ പെട്ടു നിൽക്കുന്ന ചില മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ആ ദുരവസ്ഥയിൽ നിന്ന് സ്വയം കരകയറുവാനുള്ള ഭാഗ്യസമയമാണ് തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ചില ആളുകൾക്ക് നടുവിൽ ജീവിതം ഒറ്റയടിക്ക് ഉന്നതിയിലെത്തുന്ന തരത്തിലുള്ള ചില നേട്ടമായിരിക്കും മീനം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അതുമാത്രമല്ല, പൊതുവെ ചൊവ്വയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് മറ്റുള്ള മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത്. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടനടി തന്നെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം പോലും കയ്യിലില്ലാതെ അതിനുവേണ്ടി എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് പലർക്കും ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുന്ന മീനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്ത് ആകർഷിക്കപ്പെടുന്ന സമയമാണ് ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ ചിലർക്ക് ചില ബോണസുകൾ പോലെയുള്ള തുകകൾ തടസ്സങ്ങൾ നീങ്ങി കൈപ്പറ്റുവാൻ കഴിയുകയും അതുപോലെ തന്നെ ലഭിക്കാതിരുന്ന ചില ശമ്പള തുകകൾ ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്ന മീനം രാശിക്കാർക്ക് ഏറ്റവും പുതിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ് രംഗത്ത് കൊണ്ടുവരുവാനും അതിലൂടെ കൂടുതൽ മികച്ച രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടെത്തിക്കുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് വേണ്ടി മുടക്കിയ തുക പോലും നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഒരു മീനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി ആ ഒരു പ്രതിസന്ധിയെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾക്ക് വേവലാതിയുടെ ആവശ്യമില്ല. ഇനി ഇതിനെല്ലാം പുറമെ തന്നെ മീനം രാശിക്കാരുടെ കുടുംബത്തിലും ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും ഇത്. അതായത് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് പൂരുരുട്ടാതി, ഉത്രട്ടാതി,
രേവതി നക്ഷത്രക്കാരുടെ കുടുംബങ്ങളിൽ ഒട്ടനവധി ശുഭകാര്യങ്ങൾ നടക്കുകയും സന്തോഷവും സമാധാനവും അധികരിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഫലങ്ങൾ കാണുന്നത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച മീനം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ വളരെ കാലങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ഒരു ജീവിത പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുക്കുവാനുള്ള യോഗമാണ് ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട് തെളിയുന്നത്. ഇനി മൂന്നാമതായി ഈ മാർച്ച് മാസം 12-ാം തീയതി വ്യാഴാഴ്ച ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളും മാറി മറിയുകയും എങ്ങനെയാണ് ഇത്ര വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ പോലും അതിശയത്തോടെ ചിന്തിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ മാർച്ച് 12-ാം തീയതിയോടെ സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരും കുറച്ചു നാളുകളായി ജീവിതത്തിൽ സന്തോഷമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത തരത്തിലാണ് ജീവിച്ചു പോകുന്നത്. കാരണം ഓരോ പ്രതിസന്ധികളായി മാറി മാറി നിങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും നിങ്ങളുടെ മനസ്സമാധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ എന്തൊക്കെയോ വലിയ പ്രതിസന്ധികൾ മനസ്സിൽ കൂടി കടന്നു പോവുകയും ഈ പ്രശ്നങ്ങളൊന്നും ഭഗവാൻ കാണുന്നില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊക്കെയോ വ്യക്തികളുണ്ട്. എന്നാൽ നിങ്ങളോട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായി കാണുന്നത്. ഏറ്റവും പ്രധാനമായി അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങളുടെ വരുമാന മേഖലയിലായിരിക്കും ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ എന്തൊക്കെയോ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ട സാഹചര്യം നേരിടുകയും ചെയ്യുന്ന ഏതൊക്കെയോ കുംഭം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. മാത്രമല്ല മറ്റു ചില കുംഭം രാശിക്കാരാണെങ്കിൽ സ്വന്തമായി ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വരുമാനം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കൊക്കെ ഈ ഒരു സമയത്ത് കർമ്മമേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ നീങ്ങുകയും ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും പോലെയുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുവാൻ പോവുകയാണ്. ഒപ്പം തന്നെ സ്വന്തമായി ചില ബിസിനസ് സംരംഭങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഇതുവരെ നിങ്ങൾക്ക് കൈവന്നിരുന്നതിലും മികച്ച ഒരു വരുമാനം നേടിയെടുക്കുവാനും ഒപ്പം തന്നെ ലാഭം ഇരട്ടിയായി നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും അതിലൂടെ ചില പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി മുതിർന്നവർക്ക് മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒട്ടനവധി നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയവും കൂടിയായിരിക്കും ഈ ചൊവ്വയുടെ അനുഗ്രഹഭാവത്താൽ തെളിയുന്നത്. അതായത് കുട്ടികളുടെ സ്വഭാവത്തിൽ വരെ വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഊർജ്ജസ്വലതയോടെയും ഉത്തരവാദിത്വത്തോടെയും പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുവാൻ അവരെ കൊണ്ട് കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾക്കുള്ള ചില കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആ കഴിവിനെ നിങ്ങളെ കൊണ്ടാവുന്ന ഉയർച്ചകളിലേക്ക് എത്തിക്കുവാനും കുംഭം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് യോഗം കാണുന്നുണ്ട്. ഇനി മുതിർന്ന കുംഭം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും
ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം സംഭവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് വിവാഹപ്രായം കഴിഞ്ഞിട്ടും മക്കളുടെ വിവാഹം നടക്കാത്തത് കൊണ്ട് വല്ലാതെ മനസ്സിൽ സങ്കടം അനുഭവിക്കുന്ന ചില മാതാപിതാക്കളും കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ ഈ ഒരു സമയം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഇല്ലാതാവുകയും മംഗളകരമായ രീതിയിൽ കുംഭം രാശിക്കാരുടെ കുടുംബത്തിൽ വിവാഹങ്ങൾ നടക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഫലങ്ങൾ കാണുന്നത്. ഇനി ഇത്തരത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ നടക്കും എന്നതിന് പുറമെ നിങ്ങളിൽ നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങളും നെഗറ്റിവിറ്റികളും ഇല്ലാതാവുകയും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയോടെ നിങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ഭാഗ്യസമയം നിങ്ങളിൽ തെളിയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ചൊവ്വയുടെ ഗുണഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതിന് തുടക്കം കുറിക്കുന്ന ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.